RBI, that means Reserve Bank of India. 1935 ഏപ്രിൽ 1-നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. ബാങ്കുകളുടെ ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ, സർക്കാരിന്റെ ബാങ്ക് എന്നീ പേരുകളിൽ RBI അറിയപ്പെടുന്നു. RBIയുടെ ആസ്ഥാനം മുംബൈ ആകുന്നു. റിസർവ് ബാങ്കിന്റെ എംബ്ലത്തിൽ കാണുന്നത് എണ്ണപ്പനയും കടുവയുമാണ്. ഇന്ത്യയിലെ എല്ലാ വാണിജ്യ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കാകുന്നു RBI. ഇന്ത്യയിലെ എല്ലാ ബാങ്കുകൾക്കും വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നത് RBI ആകുന്നു. 1 രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും പ്രിന്റ് ചെയ്തിറക്കുന്നതിനുള്ള അവകാശം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണുള്ളത്. 1 രൂപയുടെ നോട്ട് പ്രിന്റ് ചെയ്തിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ആകുന്നു. നോട്ടടിക്കുന്നതിന് റിസർവ് ബാങ്ക് ആ നോട്ടുകളുടെ നിശ്ചിത മൂല്യം വരുന്ന ഗോൾഡോ ഫോറിൻ കറൻസിയുടെ ശേഖരമോ കരുതലായി സൂക്ഷിക്കുന്നു. റിസർവ് ബാങ്കാണ് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകൾക്കും വായ്പ കൊടുക്കുന്നത്. അതായത് നമുക്കറിയാം, എല്ലാ ബാങ്കുകളുടെയും വരുമാന മാർഗം എന്നത് നമ്മൾ നിക്ഷേപിക്കുന്ന ഡെപ്പോസിറ്റ്സ് ആകുന്നു. നമ്മൾ സേവിങ്സ് അക്കൗണ്ടിലൂടെയോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റികളോ ഗോൾഡോ ഒക്കെ ആയിട്ട് നമ്മൾ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നവയാണ് ബാങ്കിന്റെ വരുമാന മാർഗം. എന്നാൽ ഇത് തികയാതെ വരുമ്പോൾ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്നും കടം എടുക്കുന്നു. റിസർവ് ബാങ്ക് ഈ ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുമ്പോൾ അതിന് ഒരു നിശ്ചിത റേറ്റ് ഇൻട്രസ്റ്റ് ഈടാക്കുന്നുണ്ട്. ഓക്കെ, റിസർവ് ബാങ്ക് ഇന്ത്യയിലെ മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന പണത്തിന്റെ പലിശ കൂട്ടുന്നതനുസരിച്ച് ഈ വാണിജ്യ ബാങ്കുകളും അവരുടെ വായ്പയിലുള്ള ഇൻട്രസ്റ്റ് കൂട്ടുകയും അപ്പോൾ ആളുകൾ ബാങ്കിൽ നിന്നും പണം കടം വാങ്ങുന്നത് കുറയുകയും അതുകാരണമായി കമ്പോളത്തിൽ പണപ്പെരുപ്പം കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ വായ്പകളുടെ നിയന്ത്രകനായും കമ്പോളത്തിലെ പണപ്പെരുപ്പത്തിന്റെ നിയന്ത്രകനായും റിസർവ് ബാങ്ക് പ്രവർത്തിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് RBI നൽകുന്ന വായ്പകൾക്കോ അല്ലെങ്കിൽ മറ്റു സഹായങ്ങൾക്കോ പകരമായി RBI പലിശയോ മറ്റു യാതൊരു പ്രതിഫലമോ വാങ്ങുന്നില്ല. എന്നാൽ ഈ സേവനങ്ങൾക്ക് RBI അതാത് ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി വാങ്ങിച്ചു വെക്കാറുണ്ട്.